നാഗദേവതകളെ, കൃഷ്ണമോൾക്ക് എങ്ങനെയാ ഇങ്ങനെയൊരു യോഗം വന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അവിടുത്തെ പരീക്ഷണങ്ങൾ നിഷേധിക്കാനും പറ്റുന്നില്ല. കൃഷ്ണയ്ക്ക് ഇതിൽ നിന്നും കരകയറാൻ പറ്റണേ. അവള് തന്നെയാണ് നവീന്റെ ഭാര്യയെന്ന് നാഗത്തറയിൽ നിന്നും പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ പാലിക്കപ്പെടണേ. ഇത് ഗാഥയുടെ ജാതകാണല്ലോ. അപ്പൊ തിരുമേനി പരിഗണിച്ചത് ഗാഥയുടെ ജാതകാണോ? എന്താ കുട്ടി നോക്കുന്നത്? കുട്ടിയുടെ ജാതകമാണ്. പരിശോധിക്കണമെന്ന് പൂജാരി പറഞ്ഞപ്പോ മുത്തശ്ശി എടുത്തു കൊടുത്തതാണ് മോളെ. ദൈവമേ, ഈ ജാതകം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞതെങ്കില് ഈ ദോഷം ഗാഥയ്ക്കാം. നേരം വെളുക്കുന്നതിന് മുമ്പ് ആ ദോഷം തീർത്തേ പറ്റൂ. എന്താ ഇപ്പൊ ചെയ്യാ? എന്താടി പൂജ തുടങ്ങിയോ? ഞാൻ ഈ പൂജയിൽ നിൽക്കായിരുന്നു. നീ എവിടെയാ? അതെ, ആ മെമ്പറുടെ അനിയത്തിക്ക് പെട്ടെന്ന് വയറുവേദനയായിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ഞാൻ തിരിച്ചു വരുന്ന വഴിയാ. മോളിക്കുട്ടി, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആ, നീ പറയേ. അതെ, പൂജയ്ക്ക് മുൻപ് ഞാനൊന്ന് മമ്മിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് മാറി നിന്ന് സംസാരിക്കുന്നതാ. ഇനി ചിലപ്പോ നിന്നെ വിളിക്കാനൊന്നും എനിക്ക് പറ്റില്ല. പിന്നെ ഇവിടെ പൂജയ്ക്ക് വെച്ചിരിക്കുന്നത് ഗാഥയുടെ ജാതക. മുത്തശ്ശി പൂജാരിയുടെ അടുത്ത് കൊടുത്തിരിക്കുന്നത് ആ ജാതക. ഓ, അതിനെന്താ? ഇടി, അതിലൊരു പ്രശ്നമുണ്ട്. ആ ജാതകത്തിലാണ് ദോഷമുള്ളത്. ആ ജാതകം ആരുടേതാണോ അയാൾക്കാണ് ദോഷം. അതനുസരിച്ച് നേരം പുലരും മുമ്പ് മരണഭയമുള്ളത് ഗാഥയ്ക്കാം. അപ്പോ നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവളുടെ കാര്യം കഷ്ടമാ. അത് നീ അങ്ങ് വിട്ടേക്ക്. അവളെ പാമ്പ് കൊത്തിയോ സിംഹം തിന്നോ എങ്ങനെയാന്ന് വെച്ചാ കൊല്ലട്ടെ. അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ മോളിക്കുട്ടി. അവളുടെ ജീവൻ അത്ര നിസ്സാരമല്ല. അവൾക്കൊന്നും സംഭവിക്കരുത്. നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്നറിയോ? നേരെ പുഴിയോരം വീട്ടിലേക്ക് പോവാ. അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രാത്രി തന്നെ അവളെയും കൂട്ടി നാഗക്ഷേത്രത്തിലേക്ക് പോണം. നേരം വെളുക്കുന്നത് വരെ അവിടെ തന്നെ ഇരിക്കണം. എടി പെണ്ണേ, ഓ അതൊന്നും അവള് സമ്മതിക്കില്ല. മോളിക്കുട്ടി, ഇത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ അവള് ജീവനോടെ ഉണ്ടാവില്ല. നീ അമ്മയുടെ അടുത്തേക്ക് പോയാ മതി. അമ്മയോട് ഞാൻ വിളിച്ചു പറയാം. അമ്മ അത് കേട്ടോളും. എടി, വേറെ മാർഗമില്ല മോളിക്കുട്ടി. നീ വേഗം ചെല്ല്. മോളെ, മോളിക്കുട്ടിയെ കൃഷ്ണമോൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവിടെ കളരിക്കൽ ഒരു പൂജ നടക്കുന്നുണ്ട്. അവിടെ വച്ചിരിക്കുന്ന ജാതകം ഗാഥയുടേതാ. അതിനെന്താ? ആ ജാതകത്തില് ഒരു ദോഷം കാണുന്നുണ്ട്. നാളെ നേരം വിളിക്കുന്നതിനുള്ളില് എന്തോ ഒരു ആപത്തുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. കൃഷ്ണമോൾ അവിടെ ഇരിക്കുന്നോണ്ട് ആരും സംശയിക്കില്ല. പക്ഷെ ഈ യാഥാർത്ഥ്യം അതല്ലല്ലോ. ഗാഥമോളുടെ ജാതകമല്ലേ അത്? അപ്പോ ആപത്ത് ഗാഥമോൾക്കല്ലേ? ഇതൊക്കെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാരാ? അവളല്ലേ? എനിക്ക് അവളെ വിശ്വാസമില്ല. എന്തൊക്കെ നീ പറയുന്നേ? ഈ പാതിര നേരത്തെ എല്ലാവരും വിളിച്ചുണർത്തി ഇതൊക്കെ പറയാൻ കൃഷ്ണയ്ക്ക് എന്താ ഭ്രാന്തുണ്ടോ? എനിക്കറിയില്ല. അടുത്ത കൂട്ടുകാരിയല്ലേ, പോയി അന്വേഷിച്ചു നോക്ക്. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇവളിങ്ങനെ അഹങ്കാരം പിടിച്ചിരിക്കുവാണെങ്കിലേ ഇവളങ്ങ് തീരുന്നതാ നല്ലത്. ഞാൻ തീർന്നോട്ടെ. നിങ്ങളുടെ സൗജന്യൊന്നും എനിക്ക് വേണ്ട.
മോളെ ചോരയാണല്ലോ. അഹങ്കാരം പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് കിട്ടിയല്ലോ. മോളെ ഈ സൂചന അവഗണിച്ചൂടെ, ആപത്ത് അടുത്തെത്തിയതിന്റെ ലക്ഷണമോ. എത്രയും പെട്ടെന്ന് നമ്മൾ ക്ഷേത്രത്തിലെത്തണം. കൃഷ്ണമോള് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം, ഇല്ലെങ്കിൽ ആപത്താ മോളെ. ഞങ്ങളെ കൊല്ലാനാണെങ്കിലും ജീവനോട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. വരുന്നെങ്കി വരാൻ നോക്ക്. മോള് പേടിക്കണ്ട, നാളെ നേരം വെളുക്കും വരെ നമുക്ക് ആ നടയിൽ ചെന്നിരിക്കാം. ദൈവം കാത്തോളും.